സോനയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച പോക്കറ്റടിക്കാരനും മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റിയുമുള്ള സുരേഷ് കുമാർ എല്ലാ കൊടും ക്രിമിനലുകൾക്കും ഒരേ മനസ്സും ഒരേ മുഖവുമാണ്. കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യൻ ആരാണെന്ന ചോദ്യത്തിന് കഴിഞ്ഞ കുറച്ചു കാലമായി ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: ഗോവിന്ദച്ചാമി. 2011 ഫെബ്രുവരി 1 വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ സൗമ്യ എന്ന 23-കാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന നരാധവൻ. പിന്നീട് അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടുകയും പിടിക്കപ്പെടുകയും ചെയ്ത സൈക്കോ കില്ലർ. തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഗോവിന്ദച്ചാമി പിന്നീട് പിശാചിൻ്റെ പ്രതിരൂപമായി മാറിയത് കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ടതും ഭയപ്പെടുത്തുന്നതുമായ വഴികളിലൂടെയാണ്. സൈനികൻ കള്ളനാകുമോ? സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം കള്ളനായി മാറിയ സൈനികൻ്റെ മകനാണ് ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് സാത്താനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗോവിന്ദച്ചാമി. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം ബിരുദാചലം സമത്വപുരത്തെ ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദച്ചാമി ജനിച്ചത്. ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ പിതാവ്. ഗോവിന്ദച്ചാമിക്ക് ഒരു സഹോദരനുമുണ്ട്. പിതാവ് സൈനികനായിരുന്നെങ്കിലും അങ്ങേയറ്റം അരാജകത്വം നിറഞ്ഞ ബാല്യമായിരുന്നു ഇവരുടേത്. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അച്ഛൻ കടുത്ത മദ്യപാനിയായി കുടുംബത്തിൻ്റെ സ്വത്ത് വിറ്റുതുലച്ചു. പിന്നീട് പിതാവ് ഗുണ്ടാപ്പണിയിലേക്കും ചില്ലറ മോഷണങ്ങളിലേക്കും തിരിഞ്ഞു. സൈനികൻ അങ്ങനെ നാട്ടിലെ അറിയപ്പെടുന്ന കള്ളനായി. സ്വത്തെല്ലാം നശിച്ചതോടെ സമത്വപുരത്തെ ഒരു ചെറിയ കുടിലിലേക്ക് ഇവർ മാറി. പിതാവിൻ്റെ പീഡനം സഹിക്കവയ്യാതെ മാനസിക രോഗിയായി മാറിയ അമ്മ തെരുവിൽ അലഞ്ഞു നടന്നു. ഒടുവിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ചു. അതുപോലെ തന്നെ അച്ഛനും റോഡപകടത്തിൽ മരിക്കുകയായിരുന്നു. പിതാവിനെ കണ്ട് നേരത്തെ തന്നെ അല്ലറ ചില്ലറ മോഷണം പഠിച്ച ഗോവിന്ദച്ചാമിയും സഹോദരനും മാതാപിതാക്കളുടെ മരണശേഷം ഇത് തൊഴിലാക്കി. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെയായിരുന്നു തുടക്കം. തിരക്കേറിയ ട്രെയിനിൽ പോക്കറ്റടി നടത്തുക, മാല പൊട്ടിച്ചോടുക, മദ്യം കടത്തുക തുടങ്ങിയവയായിരുന്നു ആദ്യകാല പരിപാടികൾ. ക്രമേണ ആ ഗ്യാങ് വലിയ കൊള്ളകളിലേക്കും കഞ്ചാവ് കടത്തിലേക്കുമൊക്കെ തിരിഞ്ഞു. കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഗോവിന്ദച്ചാമിയുടെ പിൽക്കാല വ്യക്തിത്വത്തെയും മനോഭാവങ്ങളെയും കുറ്റകൃത്യ സ്വഭാവത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു. കൗമാരകാലത്ത് തന്നെ അയാൾ നിർദ്ദയനായ ഒരു ക്രിമിനലായി മാറിയിരുന്നു. 20 വയസ്സായപ്പോൾ തന്നെ ഗോവിന്ദച്ചാമിയുടെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം തന്നെ രൂപപ്പെട്ടു വന്നു. സേലം, ഈറോഡ്, കടലൂർ, തിരുവള്ളൂർ, താമ്പരം എന്നിവിടങ്ങളിലൊക്കെ അവർ തീവണ്ടി കവർച്ചകൾ നടത്തി. മിക്കയിടത്തും യാചകന്റെ വേഷത്തിലെത്തിയായിരുന്നു മോഷണം. ഗോവിന്ദച്ചാമിയുടെ ഇടത് കൈപ്പത്തി ജന്മന ഇല്ലാത്തതാണോ, കുട്ടിക്കാലത്തോ പിന്നീടോ നഷ്ടപ്പെട്ടതാണോ എന്ന് ഇന്നും വ്യക്തമല്ല. പോലീസ് രേഖകളിൽ ഇത് സംബന്ധിച്ച് വ്യക്തതയില്ല. ചില ചോദ്യം ചെയ്യലിൽ കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ പോയതാണെന്നും ചിലതിൽ മുംബൈയിൽ വെച്ച് യൗവനത്തിൽ നഷ്ടപ്പെട്ടതാണെന്നുമൊക്കെ ഗോവിന്ദച്ചാമി മാറ്റി മൊഴി നൽകിയിട്ടുണ്ട്. ഇതേക്കുറിച്ചും പല കഥകളും പ്രചരിച്ചു. തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ കവർച്ചാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൈവെട്ടിയതാണെന്നും അങ്ങനെയാണ് ഗോവിന്ദച്ചാമി സഹോദരനെ അടക്കം ഉപേക്ഷിച്ച് മുംബൈക്ക് പോയതെന്നും പറയുന്നു. പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോഴാണ് സഹോദരനെ ഗോവിന്ദച്ചാമി ജയിലിൽ വെച്ച് കാണുന്നത്. രണ്ടാമതൊരാൾ ഗോവിന്ദച്ചാമിയെ വന്നു കണ്ടത് അടുത്തിടെ അന്തരിച്ച അഭിഭാഷകനായ ആളൂറായിരുന്നു. കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന ഗോവിന്ദച്ചാമി അമിത ലൈംഗിക ആസക്തിയുള്ള ആളാണെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും തൊട്ടടുത്ത ചേരികളിലും ഇയാൾ സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ടെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. ലഹരിക്കും അടിമയാണ്, അമിത മദ്യപാനവുമുണ്ട്. സംഘത്തിലെ ഒരാളുടെ ഭാര്യയെ ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്തുവെന്നും അയാൾ കൈ വെട്ടിയതാണെന്ന കഥയുമുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് സൈക്കോയാണ് ഈ ക്രിമിനൽ എന്നതിന് യാതൊരു സംശയവുമില്ല. അക്രമവും പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിലായി ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കൈപോയതും കൂടിയായതോടെയാണ് ചാമി തമിഴ്നാട് വിടുന്നത്. അങ്ങനെയാണ് കുറെ കൂടി സംഘടിത കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായ മുംബൈയിൽ അയാൾ എത്തിച്ചേരുന്നത്. സൗമ്യ കൊലക്കേസിൻ്റെ കുറ്റപത്രത്തിലും ഗോവിന്ദച്ചാമിയുടെ മുംബൈ ബന്ധം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2005 കാലത്തൊക്കെ പനവേൽ ഗ്യാങ്ങിനെ കുറിച്ച് ഞെട്ടിക്കുന്ന കഥകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒറ്റ ബ്ലേഡ് മാത്രം കയ്യിൽ കൊടുത്ത് കുട്ടികളെ അടക്കം ട്രെയിനിലേക്ക് കയറ്റി കവർച്ച നടത്തും. പോക്കറ്റടിയും മാല പൊട്ടിക്കലും ബാഗ് മോഷണവുമൊക്കെയാണ് രീതി. പിടിക്കപ്പെട്ടാൽ കൂട്ടത്തോടെ മനുഷ്യവിസർജ്യം വാരിയെറിഞ്ഞ് രക്ഷപ്പെടും. ഇതേ രീതി തന്നെയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലും പ്രയോഗിച്ചത്. മലം വാരി എറിയുന്നത് കൊണ്ട് ജയിൽ ജീവനക്കാർക്ക് ഗോവിന്ദച്ചാമിയെ പരിശോധിക്കാൻ അറപ്പായിരുന്നു. അങ്ങനെയായിരിക്കും അയാൾ ജയിൽ ചാട്ടത്തിനുള്ള തുണിയൊക്കെ ഒപ്പിച്ചതെന്നും കരുതുന്നു. മാത്രമല്ല, പനവേൽ മാഫിയയ്ക്ക് മറ്റൊരു രീതി കൂടിയുണ്ട്. പോലീസ് പിടിച്ചാൽ എല്ലാ നിയമസഹായവും അവർ ഉറപ്പാക്കും. ശരിക്കും ഒരു റോബറി സിൻഡിക്കേറ്റ്. ഈ പനവേൽ മാഫിയ തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി ഗോവിന്ദച്ചാമിയെ കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചത്. ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് ആളൂർ മരിക്കുന്നതിന് മുൻപ് തന്നെ തനിക്ക് ഈ കേസിൽ പണം വന്നത് പനവേലിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു.
ഒരു മേഖലയിൽ തുടർച്ചയായി കവർച്ച നടന്നാൽ പോലീസ് വിജിലൻ്റാകും എന്നതിനാൽ ഒരിടത്ത് ഗ്യാങ് തുടരില്ല. സൗമ്യയുടെ പ്രതികൾക്കായി പോലീസ് നാട് മുഴുവൻ ഓടുമ്പോൾ ഉലവക്കോട്ടെ RPFന്റെ ലോക്കപ്പിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു ഗോവിന്ദച്ചാമി. ചെന്നൈ മെയിലിൽ ടിക്കറ്റില്ലാതെ വന്ന ഇയാൾ ഭിക്ഷക്കാരനെന്നാണ് RPF കരുതിയത്. ഒരു കൈപ്പത്തിയില്ലാത്തതും വലിയ രീതിയിൽ ഗോവിന്ദച്ചാമിക്ക് ഗുണം ചെയ്തു. അത് വെച്ചാണ് അയാൾ സഹതാപം നേടിയിരുന്നത്. പിടിയിലാകുമ്പോൾ 30 വയസ്സ് മാത്രമായിരുന്നു ഗോവിന്ദച്ചാമിയുടെ പ്രായം. ഗോവിന്ദച്ചാമി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തപ്പെട്ടിരുന്നോ എന്ന കാര്യത്തിലും തെളിവുകളില്ല. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ പറഞ്ഞിരുന്ന പേര് ചാർലി തോമസ് എന്നായിരുന്നു. തമിഴ്നാട് പോലീസ് റെക്കോർഡ് പ്രകാരം ഇയാൾ പല പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഗോവിന്ദച്ചാമി, ചാർലി, കൃഷ്ണൻ, രാജ, രമേശ് തുടങ്ങി നിരവധി പേരുകൾ.